പ്രിയരെ, കണ്ണുകളൊന്നടച്ച് നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് സാധ്യമെങ്കിൽ ഒന്ന് ചേർത്ത് വയ്ക്കാം. സകലതും സാധ്യമാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കഴിവും കഴിവുകേടും ദൈവത്തിനറിയാം. എൻ്റെ കുറവുകളെല്ലാം ദൈവത്തിനറിയാം. എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് എന്ന് എൻ്റെ അടുത്തു നിൽക്കുന്നവർക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം. കുഞ്ഞേ, നീ എവിടെയാ പരാജയപ്പെട്ടത്, എവിടെയാ നീ വേദനിക്കുന്നതെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും അറിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിനതറിയാം. കാരണം എൻ്റെ ദൈവം എന്നെ നന്നായിട്ടറിയുന്നവനാണ്. ഇരുളേറുന്ന വഴി കൂടെയാണ് പോകുന്നതെങ്കിലും, തിര ഉയരുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നതെങ്കിലും, ഒന്ന് ഞാൻ അറിയുന്നു: എന്നെ വിളിച്ച ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിച്ച് ഹൃദയത്തിൻ്റെ അകത്തേക്കൊന്ന് സൂക്ഷിക്കുക. ദൈവം ചതിക്കില്ല. ദൈവം വിശ്വസ്തനാണ്. ചിലരൊക്കെ നമ്മളെ ചതിച്ചിട്ടുണ്ട് കൂടെ നിന്നിട്ട്. എന്നാൽ എൻ്റെ ദൈവമോ ചതിക്കുകയില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇരുളേറും പാതയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. കരങ്ങളെ അല്പമൊന്ന് യാചനാപൂർവം പിടിച്ച്, ഒന്ന് ഞാൻ അറിയുന്നു: എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ അറിയുന്നു. ഇരുളേറുന്ന ഇരുട്ടിൽ കൂടി പോകുന്ന പോലെ എൻ്റെ ജീവിതം ഇന്ന് പോകുന്നത്. ഇരുളേറും പാതയിൽ വെളിച്ചമൊന്നും കാണാതെ, എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ, ആരോട് സഹായം ചോദിക്കുമെന്നറിയാതെ ജീവിക്കുമ്പോൾ, ജീവിതം മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ, ആ കരങ്ങളെ അല്പമൊന്ന് യാചനാപൂർവ്വം പിടിച്ച് വിശ്വാസത്തിൽ ഈ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം പാടുമ്പോൾ അതിൻ്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് പാടിക്കേ. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, എൻ്റെ ജീവിതമല്ലേ. തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പറഞ്ഞ്, ഒന്നു ഞാനറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഇനി ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ ഈ വചനം ശ്രവിക്കുന്ന
ഈ ധ്യാനാത്മകമായ അന്തരീക്ഷത്തിലിരുന്ന് വചനം ശ്രവിക്കുന്ന ഈ നാളുകളിൽ ഇവിടെ വന്നിട്ടുള്ളവർ, കർത്താവെ, അവരോരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും, ഒരാൾ പോലും നശിച്ചു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിയോഗം സമർപ്പിക്കുന്ന ഒരാൾ പോലും, ഒരു കുടുംബം പോലും എവിടെയും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് അറിയാനിടയാകരുത്, കേൾക്കാനിടയാകരുത്. ഒരാൾ പോലും വിഷം കഴിച്ച് അത്യാസന്ന നിലയിലാ, നിരാശയിലാന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു കുഞ്ഞു പോലും, ഒരാൾ പോലും തെറ്റായ ബന്ധത്തിൽ പോയി വഴിതെറ്റിപ്പോകരുത്. ഒരാൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരു കുടുംബവും പരാജയത്തിൻ്റെ അത്ര സാഹചര്യത്തിലൂടെ കടന്നു പോവാന്ന് അറിയാൻ ഇടയാകരുത്. പിന്നെ എന്തറിയാൻ ഇടയാകണം? കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ആളുകളിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങളുടെ ചെവികളിൽ കേൾക്കാൻ കഴിയണം. അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകണം. കർത്താവേ, ഞങ്ങൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീട് പോലും തമ്മിൽ തല്ലി ചെതറിപ്പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്നേഹം വർദ്ധിക്കുന്നത്, സന്തോഷം വർദ്ധിക്കുന്നത് അറിയുവാൻ ഞങ്ങൾക്ക് ഇടവരണം. ഹല്ലേലൂയ. ഇതെല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് പറഞ്ഞ്, വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടു എന്ന് കേൾക്കരുത്. ജീവിതത്തിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ആ ഗ്രാഫ് ഉയർന്നു നിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും ജോലിയില്ലാതെ ഭാരപ്പെടരുത്. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നല്ലൊരു വീടില്ലാതെ ഭാരപ്പെടരുത്. ദൈവമേ, ദൈവവചനം കേൾക്കുന്ന ഒരാൾ പോലും 10 രൂപയ്ക്ക് വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും ജപ്തി നേരിടുന്ന സാഹചര്യം വരരുത്. സാമ്പത്തിക നഷ്ടത്തിൽ ചെന്ന് പെടരുത്. ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരു തന്ത്രവും മന്ത്രവും അവരെ ഏൽക്കാൻ പാടില്ല. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തികളെ പോലും തന്ത്രമോ മന്ത്രമോ തോൽപ്പിക്കാൻ പാടില്ല. അവർ ഇന്നു മുതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ എഴുതി സമർപ്പിച്ച നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന വ്യക്തികൾ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന് കേൾക്കാൻ ഇടയാകണം. കർത്താവേ, വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും മദ്യത്തിലോ ലഹരിക്കോ അടിമപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് പോലും വീടില്ലാത്തൊരു സാഹചര്യം വരരുത്. നല്ല വീടിനെ കൊടുക്കണമേ. നല്ല സാമ്പത്തിക അനുഗ്രഹം കൊടുക്കണമേ. നല്ല സാഹചര്യങ്ങൾ കൊടുക്കണമേ. സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങൾ കൊടുക്കണമേ. ദൈവമേ, അവർക്ക് വിശ്വാസത്തിൽ വർധനവുണ്ടാകണമേ. അവരുടെ മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളർന്നു വരുന്നത് അറിയാൻ ഇടയാകണമേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഒരു കുഞ്ഞു പോലും ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരു ചതിയിലും ചെന്ന് പെടരുത്. ഒരാൾ പോലും ഇവരെ ചതിക്കാൻ ഇടയാകരുത്. ഇവരുടെ സമ്പത്തോ ജീവിതമോ ഒരിക്കലും ചതിക്കാൻ ഇടയാകരുത്.